ഭർത്താവിന്റെ കത്തിക്കിരയായ ശാലിനിയുടെ മൃതദേഹം സംസ്കരിച്ചു. ഭർത്താവ് ഐസക് ജയിലിലേക്ക്. ചോദ്യചിഹ്നമായി മക്കൾ ഷിബിനും എബിനും. ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ ശാലിനിയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ അമ്മയുടെ വീട്ടിലെത്തിച്ചപ്പോൾ ശാലിനിയുടെ ചേതനേറ്റ ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞ് അമ്മ ലീലയും മക്കൾ എബിനും ഷിബിനും. കഴിഞ്ഞ ദിവസമാണ് കലയനാട് ചരുവിള വീട്ടിൽ ശാലിനി ഭർത്താവ് ഐസക് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. കൊലയ്ക്ക് ശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഐസക് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. തന്റെ മുന്നിലിട്ട് അമ്മയെ ആക്രമിക്കുന്നത് കണ്ട രോഗി കൂടിയായ മകന്റെ നടുക്കം ഇതുവരെയും മാറിയിട്ടില്ല. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭർത്താവുമായി പിരിഞ്ഞ് സമീപത്തെ വീട്ടിൽ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞുവരികയായിരുന്നു ശാലിനി. തിങ്കളാഴ്ച പുലർച്ചെ വീട്ടിലെത്തിയ ശാലിനിയെ ഐസക് ആക്രമിക്കുകയായിരുന്നു. മകന്റെ നിലവിളി കേട്ട് ആളുകളെത്തി ശാലിനിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചൊവ്വാഴ്ച ഉച്ചയോടെ ശാലിനിയുടെ മൃതദേഹം സംസ്കരിച്ചു. നിരവധി ആളുകൾ ശാലിനിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി വീട്ടിലെത്തി. ഐസക്കിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമ്പോൾ മക്കളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.